നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. RSSനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിൽ RSS എന്ന മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. പള്ളികൾക്കകത്തും ആക്രമണം ഉണ്ടായേക്കുമെന്ന് ആശങ്ക. മന്നത്ത് പത്മനാഭന്റെ 149ാം ജയന്തി ആഘോഷിച്ചു. ശബരിമലയിൽ ആചാര ലംഘനത്തിനെതിരെ NSS നടത്തിയ പ്രതിഷേധം ചരിത്ര സംഭവമെന്ന് ഡോക്ടർ സിറിയക് തോമസ്. വാഴൂർ കല്ലുതെക്കൽ ശാസ്താംകാവ് റോഡ് നവീകരിക്കുന്നു. പണികൾ BMBC നിലവാരത്തിൽ. നവീകരണം 2 കോടി രൂപ വിനിയോഗിച്ച്. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം. കോട്ടയം ജില്ലയിൽ ഭവന സന്ദർശനം ആരംഭിച്ചു. വികസനത്തിന് ജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വീകരിക്കും. വാർത്തകൾ വിശദമായി. RSSനും BJPക്കുമെതിരെ ആഞ്ഞടിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിൽ RSS ആണെന്ന് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ആരോപിച്ചു. മതഭ്രാന്തന്മാരെ ഭരണാധികാരികൾ നിയന്ത്രിക്കണം. ഇനി പള്ളികൾക്കകത്തും ആക്രമണം ഉണ്ടായേക്കുമെന്നുള്ള ആശങ്കയും കാതോലിക്ക ബാവ പ്രകടിപ്പിച്ചു. നമുക്കറിയാം, കന്യാസ്ത്രീകൾ കഴിഞ്ഞപ്പോൾ വൈദികരായി പള്ളിയുടെ പുറത്തുള്ളതായ ആഘോഷങ്ങൾ, ക്രിസ്തുമസ് ആഘോഷങ്ങൾ നശിപ്പിച്ച് അകത്ത് കയറാൻ അധികം താമസം ഇല്ല. ഇനി പള്ളിക്കകത്തുള്ള ആരാധനയിലായിരിക്കാം ഇനിയുള്ളതായ ആക്രമണം ഉണ്ടാകുന്നു. അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. കാരണം ഏത് മതവും സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും സന്ദേശം നൽകുന്നതാണ്. പക്ഷേ ഏത് മതത്തിലും അതിൽ മതഭ്രാന്തന്മാരുണ്ടാകാം. ആ മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കുവാൻ ഏത് രാജ്യത്തായാലും അതിൻ്റെ ഭരണകർത്താക്കളാണ് ഉത്തരവാദപ്പെട്ടവർ. 149ാമത് മന്നം ജയന്തി ആഘോഷങ്ങൾ ചങ്ങനാശ്ശേരി പെരുന്നയിൽ നടന്നു. ശബരിമലയിൽ ആചാര ലംഘനത്തിനെതിരെ NSS നടത്തിയ പ്രതിഷേധം ചരിത്ര സംഭവമെന്ന് മന്നം ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം ഡോക്ടർ സിറിയക് തോമസ് പറഞ്ഞു. ശബരിമലയിലെ ആചാര ലംഘനത്തിനെതിരെ NSS നടത്തിയ പ്രതിഷേധം ചരിത്ര സംഭവമെന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മിറ്റി അംഗം ഡോക്ടർ സിറിയക് തോമസ് പറഞ്ഞു. 149ാമത് മന്നം ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാമജപ ഘോഷയാത്ര നടത്തിയാണ് NSS പ്രതിഷേധിച്ചത്. പിന്നീട് പലരും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അത് ഏറ്റെടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെങ്ങും സംഘടിത ഗാന്ധി നിന്ന നടക്കുന്നു. കോൺഗ്രസിനൊപ്പം ഇടതുപക്ഷത്തിനും ഗാന്ധി നിന്നയെ ചെറുക്കാൻ ബാധ്യതയുണ്ട്. ഗാന്ധി നിന്ന മറ്റൊരു രാഷ്ട്രീയമായ ആചാര ലംഘനമാണെന്ന് ഡോക്ടർ സിറിയക് തോമസ് പറഞ്ഞു. ഇന്നലെ വരെ ഒളിഞ്ഞു നിന്നിരുന്ന ഗാന്ധി തമസ്കരണം ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞു വരുന്നു എന്നത് ഞാൻ നിങ്ങളും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഗാന്ധി പൈതൃകത്തിൽ വിശ്വസിക്കുന്ന സർവദേശഭക്തർ ഒന്നിച്ച് കൈകോർത്ത് അണിചേർന്ന് ഗാന്ധിജിയെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രതിഷ്ഠയായി നിലനിർത്തേണ്ട ബാധ്യതയുള്ളവരാണ് നമ്മൾ എല്ലാവരും. ഈ ബാധ്യതയിൽ നിന്ന് കോൺഗ്രസിന് മാത്രമല്ല ഇടതുപക്ഷത്തിനും മാറി നിൽക്കാൻ കഴിയും. മന്നത്ത് പത്മനാഭന്റെ കാലാതീതമായ നിലപാടുകൾക്ക് ഇന്നും പ്രസക്തിയും പ്രശസ്തിയും വർദ്ധിക്കുകയാണെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. എല്ലാ മതങ്ങളിൽപ്പെട്ടവരെയും ചേർത്ത് നിർത്തുന്നതാണ് NSSന്റെ നയം. സ്ഥാനമാനങ്ങൾ നോക്കി വരുന്ന രാഷ്ട്രീയക്കാരെ അല്ല വേണ്ടതെന്നും സുകുമാരൻ നായർ പറഞ്ഞു. എന്തായിരുന്നുവെന്നും അത് ആർക്കൊക്കെ ഉപകരിക്കുന്നു എന്നും വിശദീകരിക്കാനുള്ള ഒരു വേദിയാണ്. ആ വേദിയിൽ വരേണ്ടത് ആ സബ്ജക്റ്റിനെ പറ്റി അറിയാവുന്ന, അത് നല്ല ഭാഷയിൽ സംസാരിക്കാവുന്ന ആളുകളാണ് ആവശ്യം. അതല്ലാതെ മറ്റ് സ്ഥാനമാനങ്ങൾ നോക്കി രാഷ്ട്രീയം ഓരോ കാലത്തുമുള്ളതുപോലെ രാഷ്ട്രീയ പ്രതിനിധികളെ വിളിച്ചു വരുത്തി ഒക്കെ സംസാരിക്കാൻ പോയാൽ അവർക്കൊക്കെ വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞങ്ങൾക്കും അങ്ങനെയുണ്ട്. NSS പ്രസിഡന്റ് ഡോക്ടർ M. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലിങ്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. മന്ത്രിമാരായ ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, MP മാരായ ആന്റോ ആന്റണി, ഫ്രാൻസിസ് ജോർജ്, ഡീൻ കുര്യാക്കോസ്, കൊടിക്കുന്നിൽ സുരേഷ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, MLA മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, N. ജയരാജ്, മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, K. മുരളീധരൻ, രാജു എബ്രഹാം, VV രാഗേഷ്,
കുമ്മനം രാജശേഖരൻ, രാഹുൽ മാങ്കൂട്ടം, ബി രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കല്ലുത്തക്കൽ ശാസ്താംകാവ് റോഡ് BMBC നിലവാരത്തിൽ നവീകരിക്കുന്നു. ശാസ്താംകാവിന് സമീപം കൃഷ്ണപുരം പടിയിൽ കലുങ്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. റോഡാകെ മെറ്റൽ പാകിയിരിക്കുകയാണിപ്പോൾ. ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി കൊടുങ്ങൂർ കല്ലുത്തക്കൽ ശാസ്താംകാവ് ചെന്നാക്കുന്ന് റോഡ് നവീകരിക്കുന്ന ജോലികൾ തുടരുന്നു. ഏതാനും നാളുകളായി പൊട്ടിപ്പൊളിഞ്ഞ കാൽനട യാത്ര പോലും ദുസ്സഹമായിരുന്നു ഇവിടെ. വാർഡ് മെമ്പറായിരുന്ന പ്രൊഫസർ S. പുഷ്കരാദേവിയുടെ ശ്രമഫലമായി ഡോക്ടർ N. ജയരാജ് MLA ഫണ്ടിൽ നിന്നും 2 കോടി രൂപ അനുവദിച്ചാണ് റോഡ് പണിയുന്നത്. BMBC നിലവാരത്തിലാണ് നിർമ്മാണം. റോഡാകെ മെറ്റൽ പാകിയിരിക്കുകയാണിപ്പോൾ. 3 കിലോമീറ്റർ ദൂരം വരുന്നതാണ് കല്ലുത്തക്കൽ ശാസ്താംകാവ് ചെന്നാക്കുന്ന് റോഡ്. വരിക്കമാക്കൽ പാലത്തിന് സമീപത്തു നിന്നാണ് നവീകരണ ജോലികൾ ആരംഭിച്ചിരിക്കുന്നത്. കൃഷ്ണപുരം പടിയിൽ കലുങ്കും നിർമ്മിച്ചു വരുന്നു. സ്കൂൾ കുട്ടികളടക്കം നിരവധി കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡാണിത്. വാഴൂർ വെട്ടിക്കാട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിൽ കൂടിയാണ് ഈ റോഡ് കടന്നുപോകുന്നത്. ആധുനിക നിലവാരത്തിൽ റോഡ് നവീകരണം പൂർത്തിയാകുന്നതോടെ വെട്ടിക്കാട്ട് ഗ്രാമത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ഭവന സന്ദർശനം കോട്ടയം ജില്ലയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തിന്റെ വികസനത്തിന് ജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തിന്റെ വികസനത്തിനായി ജനങ്ങളിൽ നിന്ന് ആശയങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കാൻ ലക്ഷ്യമിടുന്ന നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ഭവന സന്ദർശനം കോട്ടയം ജില്ലയിൽ ആരംഭിച്ചു. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന്റെ കോട്ടയം കഞ്ഞിക്കുഴിയിലെ വസതിയിലാണ് ആദ്യ വിവരശേഖരണം നടത്തിയത്. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ കത്തും ബ്രോഷറും കൈമാറി. വിപുലമായ വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 10 വർഷങ്ങളെന്ന് ജസ്റ്റിസ് KT തോമസ് പറഞ്ഞു. ഏത് ഭരണ സംവിധാനത്തിലും എന്ന പോലെ നേട്ടങ്ങൾക്കൊപ്പം കുറവുകളും സംഭവിച്ചിട്ടുണ്ടാകാം. ഗതാഗതം, വിനോദസഞ്ചാര മേഖലകളിൽ ക്രിയാത്മകമായ ആശയങ്ങൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഇടയിൽ കേരളത്തിലെ പറഞ്ഞാൽ തീരാത്തവണ്ണമുള്ള ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അത് വന്നിട്ടില്ലെന്ന് ആരും പറയുകയില്ല. ഏത് ഭരണ സംവിധാനത്തിലും നേട്ടങ്ങളുടെ കൂട്ടത്തിൽ കോട്ടങ്ങളും വരാനിടയുണ്ട്. അങ്ങനെ വന്നു കാണും. ഇനി മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഗതാഗതമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ടത്. കേരളം പോലെ കാശ്മീർ കഴിഞ്ഞാൽ ടൂറിസം ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു വലിയ കേരളം പോലെയില്ല. ഇത്രയും കൂടുതൽ നദികളും ജലാശയങ്ങളും ടൂറിസം എല്ലാം ഉള്ള, ഞാൻ പലയിടത്തും പോയിട്ടുണ്ടെങ്കിലും കാശ്മീരിനേക്കാൾ വാസ്തവത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് കേരളം. സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം ജില്ലാതല സമിതി കൺവീനറായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ജസ്റ്റിൻ ജോസഫ്, അംഗങ്ങളായ NS ഷൈൻ, ബിലാൽ K റാം, കോട്ടയം നിയമസഭാ നിയോജക മണ്ഡലം ചാർജ് ഓഫീസർ T ബർക്കിൾസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പരിശീലനം നേടിയ സന്നദ്ധ പ്രവർത്തകരാണ് സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള വിവരശേഖരണത്തിന് ഭവന സന്ദർശനം നടത്തുന്നത്. ജില്ലാ കളക്ടർ ചെയർമാനായുള്ള സമിതിയാണ് ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നിയമസഭാ നിയോജക മണ്ഡലം തലത്തിൽ ചാർജ് ഓഫീസർമാർ പരിശീലനത്തിന്റെയും ഭവന സന്ദർശനത്തിന്റെയും മേൽനോട്ടം നിർവഹിക്കുന്നു. വീടുകൾക്ക് പുറമെ തൊഴിൽശാലകൾ, കൃഷിയിടങ്ങൾ, ഫ്ളാറ്റുകൾ, ഉന്നതികൾ, വിദ്യാഭ്യാസ, ആരോഗ്യ സ്ഥാപനങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങൾ, പൊതു ഇടങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ കർമ്മസേനാംഗങ്ങൾ ജനങ്ങളുമായി സംവദിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാഴൂർ വെട്ടിക്കാട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുവുത്സവം 4ാം ദിവസത്തിലെത്തി. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ഉത്സവബലി നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തി. കലിയുഗവരദനായ ശ്രീ ധർമ്മശാസ്താവും ശ്രീ മഹാദേവനും കുടികൊള്ളുന്ന വാഴൂർ വെട്ടിക്കാട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവം പുരോഗമിക്കുന്നു. വെട്ടിക്കാട്ട് ഗ്രാമമാകെ ഭക്തിപ്രഭയിൽ വിളങ്ങുകയാണ് ഈ ഒരാഴ്ചക്കാലം. തിരുവുത്സവത്തിന്റെ 4ാം ദിവസമായിരുന്നു ഇന്ന്. പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ഉത്സവബലി നടന്നു. ക്ഷേത്രത്തിലെ ദേവതകളുടെ ഭൂതഗണങ്ങൾ, ദ്വാരപാലകർ, അഷ്ടദിക്പാലകർ, മറ്റ് പരിവാരങ്ങൾ എന്നിവർക്കായി നടത്തുന്ന അർപ്പണമാണ് ഉത്സവബലി. ദേവനും പരിവാരങ്ങൾക്കും സമൃദ്ധമായ ഭക്ഷണം നൽകി അവരെ പ്രീതിപ്പെടുത്തുന്നത് ക്ഷേത്രത്തിനും നാടിനും ഐശ്വര്യവും സംരക്ഷണവും നൽകുമെന്നാണ് വിശ്വാസം. നിരവധി ഭക്തർ ഉത്സവബലി കണ്ടുതൊഴാൻ ക്ഷേത്രത്തിൽ എത്തി. 6ാം ഉത്സവ ദിനമായ ഞായറാഴ്ചയും ഉത്സവബലി ഉണ്ടായിരിക്കും. ജനുവരി 5 തിങ്കളാഴ്ച പള്ളിവേട്ടയും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ചിറക്കടവ് മഹാദേവ ക്ഷേത്ര ചിറയിൽ അയ്യന്റെ തിരുവാറാട്ടും നടക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് ജില്ലാ കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു. നിയോജക മണ്ഡലം വില്ലേജ് തലങ്ങളിൽ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിക്കാനും ധാരണയായി. അർഹതയുള്ള ഒരാൾക്കും വോട്ടവകാശം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി VN വാസവൻ പറഞ്ഞു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ കരട് പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും ആക്ഷേപങ്ങളും ചർച്ച ചെയ്യാൻ നിയോജക മണ്ഡലം വില്ലേജ് തലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിക്കും. ജില്ലയിലെ ഇലക്ടറൽ റോൾ ഒബ്സർവർ ടിങ്കു ബിസ്വാളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ ജില്ലാതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. അർഹതയുള്ള ഒരാൾക്കും വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് യോഗത്തിൽ പങ്കെടുത്ത സഹകരണം, തുറമുഖം, ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും പരിശോധന നടത്തിയ ശേഷമേ ഒഴിവാക്കലിന് നടപടികൾ സ്വീകരിക്കൂ എന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ ചേതൻ കുമാർ മീണ വ്യക്തമാക്കി. കഴിഞ്ഞ ഒക്ടോബർ 27 വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന ജില്ലയിലെ 16,11,002 വോട്ടർമാരിൽ 14,49,740 പേർ SIR കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്തുതല ഏജന്റുമാർക്ക് പട്ടിക കൈമാറിയിരുന്നു. BLA-മാരുടെ യോഗവും ചേർന്നിരുന്നു. പുതിയ ബൂത്തുകളിൽ പലതും വോട്ടർമാർക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യം പരിശോധിക്കാമെന്ന് കളക്ടർ ഉറപ്പു നൽകി. രാഷ്ട്രീയ പാർട്ടികളെയും MLA-മാരെയും പ്രതിനിധീകരിച്ച് KM രാധാകൃഷ്ണൻ, കുഞ്ഞില്ലംപള്ളി, അശോക് മാത്യു, രാജു ആലപ്പാട്ട്, ശ്രീകാന്ത് S. ബാബു, സാബു M. ഫിലിപ്പ്, അഡ്വക്കേറ്റ് VRB നായർ, SP സുമോദ്, കോട്ടയം RDO ജിനു പുന്നൂസ്, ഡെപ്യൂട്ടി കളക്ടർമാരായ KP ദീപ, സോളി ആന്റണി, ഷാഹിന രാമകൃഷ്ണൻ, M. ഉഷാകുമാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ കത്തീഡ്രലിൽ രാക്കുളി തിരുനാളിന് കൊടിയേറി. ഈ മാസം 6-ാം തീയതിയാണ് പ്രധാന തിരുനാൾ. പാലാ കത്തീഡ്രൽ പള്ളിയിൽ പ്രശസ്തമായ രാക്കുളി തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോസ് കാക്കലിൻ കൊടിയേറ്റ് നിർവഹിച്ചു. തീയതി വരെ എല്ലാ ദിവസവും വൈകുന്നേരം 5-ന് വിശുദ്ധ കുർബാനയും തുടർന്ന് വചനപ്രഘോഷണവും നടക്കും. 5-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3:30-ക്കാണ് തിരുസ്വരൂപ പ്രതിഷ്ഠ. വൈകുന്നേരം വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും നടക്കും. രാത്രി 7:30-ക്ക് പള്ളി മൈതാനത്തെ സ്റ്റേജിൽ ശിശുവധ ആവിഷ്കാരവും നടക്കും. 6-ാം തീയതിയാണ് പ്രധാന തിരുനാൾ. അന്ന് രാവിലെ 10 മണിക്ക് മാർ ജോസഫ് കലറങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. വൈകുന്നേരം 5:15-ന് ചരിത്രപ്രസിദ്ധമായ മലയുന്ത് നടക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. ഹൈറേഞ്ച് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും കട്ടപ്പന റോട്ടറി ക്ലബ്ബും സംയുക്തമായി റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. 1-ാം സമ്മാനം ലഭിക്കുന്നവർക്ക് 25,000 രൂപ ക്യാഷ് പ്രൈസ് നൽകും. കലാപ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു. ഇടുക്കി ജില്ലയിലെ പ്രമുഖ വാർത്താ ചാനലായ HCN-ഉം കട്ടപ്പനയിലെ റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പനയും ചേർന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾക്കായി റീൽസ് മേള എന്ന പേരിൽ ഒരു റീൽസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുക. പ്രായഭേദമന്യേ ഏവർക്കും പങ്കെടുക്കാം. മലയാളമായിരിക്കണം ഭാഷ. വിജയികൾക്ക് 1-ാം സമ്മാനമായി 25,000 രൂപയും 2-ാം സമ്മാനം 10,000 രൂപയും 3-ാം സമ്മാനം 5,000 രൂപയും സമ്മാന പ്രൈസ് മണിയായും സർട്ടിഫിക്കറ്റും ട്രോഫികളും വിതരണം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RSSനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിൽ RSS എന്ന മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. പള്ളികൾക്കകത്തും ആക്രമണം ഉണ്ടായേക്കുമെന്ന് ആശങ്ക. മന്നത്ത് പത്മനാഭന്റെ 149-ാം ജയന്തി ആഘോഷിച്ചു. ശബരിമലയിൽ ആചാര ലംഘനത്തിനെതിരെ NSS നടത്തിയ പ്രതിഷേധം ചരിത്ര സംഭവമെന്ന് ഡോക്ടർ സിറിയക് തോമസ്.
വാഴൂർ കല്ലുതെക്കൽ ശാസ്താംകാവ് റോഡ് നവീകരിക്കുന്നു. പണികൾ BMBC നിലവാരത്തിൽ. നവീകരണം 2 കോടി രൂപ വിനിയോഗിച്ച്. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം കോട്ടയം ജില്ലയിൽ ഭവന സന്ദർശനം ആരംഭിച്ചു. വികസനത്തിന് ജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വീകരിക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.